Good morning to you all. Today we are doing the second poem by Donne, Canonization. Canonization. You know, the very title of the poem is quite misleading. നമ്മളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ളതായി കവിത കാരണം we think that it may be a religious poem, but it is not a religious poem. Canonization എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മീൻസ് റേസിങ് എ ഡെഡ് പേഴ്സൺ ടു സെയിൻറ്റ്ഹുഡ്. മരിച്ചുപോയ ഒരാളിനെ സെയിൻറ്റ്ഹുഡിലേക്ക് അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവനായി അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവളാക്കി മാറ്റുന്നതിനാണല്ലോ കാനനൈസേഷൻ എന്ന് പറയുന്നത്. ഇത് അങ്ങനെയൊന്നല്ല, അങ്ങനെ റിലീജിയസ് പോയം അല്ല. ഫസ്റ്റ് ഓഫ് ആൾ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ റിലീജിയസ് പോയം. സോ കാനനൈസേഷൻ റിയലി മീൻസ് റേസിങ് എ ഡെഡ് പേഴ്സൺ ടു സെയിൻറ്റ്ഹുഡ്. മരിച്ചുപോയ ഒരാളെ സെയിൻറ്റ്ഹുഡിലേക്ക് ഉയർത്തുന്നതാണ് യഥാർത്ഥത്തിൽ കാനനൈസേഷൻ എന്ന് പറയുന്നത്. ഹിയർ ദി പോയറ്റ് ആൻഡ് ഈസ് സ്വീറ്റ് ഹേർട്ട്, ദി പോയറ്റ് ആൻഡ് ഈസ് ലേഡി ലവ് are represented as rising to the height of a saint because of their divine love, true love. Both of them become one integrated love and they rise to the height of a saint. ഈ രണ്ടുപേരും ഒരു സെയിൻറ്റിൻ്റെ, ഒരു സന്യാസിയുടെ, ഒരു പുണ്യാത്മാവിൻ്റെ പദവിയിലേക്ക് രണ്ടുപേരും ഉയരുന്നു. ബോത്ത് ആർ വൺ ആൻഡ് ദി സെയിം. ദേ ഹാവ് ബിക്കം identified into one and the same. രണ്ടുപേരും because of their divine or heavenly love, they have become one and the same, and they have risen to the height of a saint. The poem is in the form of an address to Donne's friend. ജോൺ ഡണ്ണിൻ്റെ സുഹൃത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ കവിത. The poem is in the form of an address to his friend. So the poem has 5 stanzas. Let us do the first stanza. For God's sake, hold your tongue and let me love, or chide my palsy, or my gout, my 5 grey hairs, or ruined fortune flout. With wealth your state, your mind with arts improve. Take a course and get a place. Observe his honor or his grace, or the king's real, his stamped face. Contemplate what you will approve. Let me love. So this is the first answer. So in line number 1, for God's sake, hold your tongue and let me love. That means the poem opens quite dramatically. A friend is supposed to have cautioned the poet against wasting his time in love making. ഡണ്ണിൻ്റെ ആത്മമിത്രം പറഞ്ഞു, നീ ഇങ്ങനെ വെറുതെ പ്രേമിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല. യുവർ ഗേൾ ഫ്രണ്ട് ഈസ് സപ്പോസ് ടു ഡീസീവ് യു, ചീറ്റ് യു. വൈ ആർ യു വേസ്റ്റിംഗ് യുവർ ടൈം ഇൻ ലവ് മേക്കിംഗ്? എന്തിനാ ഇങ്ങനെ പ്രേമിച്ച് സമയം കളയുന്നതെന്ന് കവിയോട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഉപദേശിച്ച രീതിയിലാണ് കവിത ആരംഭിക്കുന്നത്. ഉടനെ കവി പറയുന്നു, ദി പോയറ്റ് ആസ്ക്സ് ഹിം ടു കീപ് ക്വയറ്റ്. ദി പോയറ്റ് വാണ്ട്സ് ഹിസ് ഫ്രണ്ട് ടു കീപ് ക്വയറ്റ് ആൻഡ് അലോ ഹിം ടു ഹാവ് ഹിസ് ഓൺ വേ. നീ നിൻ്റെ കാര്യം നോക്ക്, നീ ഒന്നും മിണ്ടാതിരിക്കുക, ഞാൻ എൻ്റെ വഴി ഞാൻ നോക്കിക്കൊള്ളാം. ലെറ്റ് മീ ലവ്, ഞാൻ സ്നേഹിച്ചോട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ചതിച്ചോട്ടെ, അതിന് നിനക്കെന്ന് എന്താ ചോദിക്കുന്നത്. ആൻഡ് ഇൻ ദി നെക്സ്റ്റ് ലൈൻ ദി പോയറ്റ് കണ്ടിന്യൂസ്, ഓർ ചൈൽഡ് മൈ പാൾസി, ഓർ മൈ ഗൗട്ട്, or my 5 grey hairs, or ruined fortune flout. Chide my palsy, my gout. These are some diseases, some human diseases, and my 5 grey hairs, or ruined fortune flout. The poet is telling his friend that if he could not hold his tongue, if he could not keep silent, he could find fault with the poet's bad health, or ruined fortune, or approaching coming old age. കവി പറയുന്നു, നിനക്ക് നാവടക്കാൻ കഴിയത്തില്ലെങ്കിൽ, മിണ്ടാതിരിക്കാൻ കഴിയത്തില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നെ നീ എങ്ങനെ വേണമെങ്കിലും കുറ്റപ്പെടുത്തിക്കോളൂ. ആൻഡ് ഫൈൻഡ് മൈ പാൾസി മീൻസ് പാരാലിസിസ്, ഓർ ഗൗട്ട് ഈസ് ദി ഡിസീസ് വിച്ച് കോസസ് സെല്ലിങ് ഓൺ ദി ജോയിൻസ്. ജോയിൻസിൽ ഒരു തരം സെല്ലിങ് ഉണ്ടാക്കുന്ന രോഗമാണ് ഇത് ഗൗട്ട് എന്ന് പറയുന്നത്. സാധാരണ ഇറ്റ് ഈസ് എ ഡിസീസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ഡ്രിങ്കിങ്. മദ്യപിക്കുന്നതിനോടാണ് ഇതിനെ പറയാറുള്ളത്. അവർക്ക് സാധാരണ ഉണ്ടാകുന്നൊരു ഡിസീസാണിത്.
സന്ധികൾക്ക് വല്ലാത്ത വേദനയായിരിക്കും. നീ എൻ്റെ you may chide my palsy. The poet is telling his friend that he could not, if he could not hold his tongue, you do one thing. You could find fault with my palsy or gout, my bad health, or ruined fortune. Ruined fortune, fortune flout, ruined fortune. എൻ്റെ സമ്പത്തെല്ലാം നശിച്ചു പോയതിനെ കുറിച്ച് തന്നെ കുറ്റം പറയാം. ആൻഡ് മൈ ഗ്രേ ഹെയർസ്, ആൻഡ് യു മേ ഫൈൻഡ് ഫാൾട്ട് വിത്ത് മൈ ഗ്രേ ഹെയർസ്. എൻ്റെ സൈഡിൽ ഇങ്ങനെ നരച്ചു വരുന്നത്, ദാറ്റ് ഈസ് ദി സൈൻ ഓഫ് അപ്രോച്ചിങ് ഓൾഡ് ഏജ്. ആൻഡ് യു മേ ഫൈൻഡ് ഫാൾട്ട് വിത്ത് മൈ അപ്രോച്ചിങ് ഓൾഡ് ഏജ്. നിനക്ക് ഇനി പ്രണയത്തിനുള്ള സമയം കടന്നുപോയി. യുവർ ടൈം ഹാസ് ഗോൺ ആൻഡ് യു ആർ നിയറിങ് യുവർ ഓൾഡ് ഏജ് ബിക്കോസ് യുവർ 5 ഗ്രേ ഹെയർസ് ഇൻഡിക്കേറ്റ് ദാറ്റ് യു ആർ അപ്രോച്ചിങ് ഓൾഡ് ഏജ്. നിൻ്റെ 5 തലമുടി കാണിക്കുന്ന, അരച്ച് തലമുടി കാണിക്കുന്ന ഈ പ്രായാധിക്യത്തിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ see, that is what the poet asked him. The idea here is that the friend is quite free to find fault with him. ആ കവിയുടെ കാര്യത്തിൽ എന്ത് കുറ്റപ്പെടുത്തൽ വേണമെങ്കിലും ആകാം, or criticize him, but not chide him for making love. He has no right. He is not entitled to chide. Chide means reprimand or rebuke him for making love. ഒരു പെണ്ണിനെ പ്രേമിക്കുന്നതിൻ്റെ കാര്യത്തിൽ കുറ്റപ്പെടുത്താനാകില്ല എന്നാണ് കവി ശക്തമായ ഭാഷയിൽ ഇവിടെ പറയുന്നത്. ദ നെക്സ്റ്റ് ലൈൻ, വിത്ത് വെൽത്ത് യുവർ സ്റ്റേറ്റ് യുവർ മൈൻഡ് വിത്ത് ആർട്സ് ഇംപ്രൂവ്. വിത്ത് വെൽത്ത് യുവർ സ്റ്റേറ്റ് യുവർ മൈൻഡ് വിത്ത് ആർട്സ് ഇംപ്രൂവ്. ദി പോയറ്റ് ആസ്ക്ഡ് ദി ഫ്രണ്ട് ടു ഇംപ്രൂവ് ഹിസ് ഓൺ വെൽത്ത്. യു ജസ്റ്റ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്. യു ക്യാൻ ഇംപ്രൂവ് യുവർ വെൽത്ത് ആൻഡ് യു ക്യാൻ ഇംപ്രൂവ് യുവർ മൈൻഡ് വിത്ത് ആർട്സ്. എന്തെങ്കിലുമൊക്കെ കലകൾ അഭ്യസിച്ച് മൈൻഡിനെ നീ ഇമ്പ്രൂവ് ചെയ്യുക. ഇൻസ്റ്റെഡ് ഓഫ് അഡ്വൈസിങ് മീ, ഇൻസ്റ്റെഡ് ഓഫ് അഡ്വൈസിങ് ദി പോയറ്റ്. കവിയെ ഇങ്ങനെ വെറുതെ ഉപദേശിക്കാതെ നീ കുറേ സമ്പത്തുണ്ടാക്കാൻ ശ്രമിക്കുക. ഞാനെല്ലാം കൊണ്ടും തകർന്നവനാണെങ്കിൽ ആയിക്കോട്ടെ, ഡോണ്ട് മേക്ക് ഫ്രണ്ട്സ് വിത്ത് ഹിം എനിമോർ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെയുള്ള സൗഹാർദ്ദം വേണമെന്ന് വയ്ക്കുക. ആൻഡ് ഇംപ്രൂവ് യുവർ മൈൻഡ് ബൈ സ്റ്റഡിയിങ് ഓർ ലേണിങ് ആർട്സ്. എന്തെങ്കിലുമൊക്കെ ആർട്സ് പഠിച്ച് നിൻ്റെ മനസ്സിനെ ഒന്ന്, മനസ്സിൻ്റെ ഇടുങ്ങിയ ചക്രവാളങ്ങളെ ഒന്ന് വിസ്തൃതമാക്കാൻ ശ്രമിക്കുക. ആൻഡ് ഒബ്സർവ് ഈസ് ഓണർ ഓർ ഈസ് ഗ്രേസ്. ഒബ്സർവ് ഈസ് ഓണർ ഓർ ഈസ് ഗ്രേസ്. ദി പോയറ്റ് അഡ്വൈസസ് ഹിസ് ഫ്രണ്ട് ടു ഗെറ്റ് പൊസിഷൻ. യു സീക്ക് ഫേവേഴ്സ് ഫ്രം reputed people. Honor is here personified. Honor means honorable people, reputed people. You seek favors from reputed people and find a position, get a position. നീ സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരായ ആളുകളെ സമീപിച്ച് നീ ഒരു ജോലി സമ്പാദിക്കുക. ആൻഡ് ട്രൈ ടു ഗെയിൻ ദി ഗ്രേസ് ഓഫ് സം നോബിൾ പീപ്പിൾ. എന്നെ വഴക്കുറയാൻ നടക്കാതെ, എന്നെ ഉപദേശിക്കാൻ നടക്കാതെ, യു ട്രൈ ടു ഫൈൻഡ് ഔട്ട് ഗ്രേസ് ഫ്രം റിച്ച് പീപ്പിൾ, നോബിൾ പീപ്പിൾ. നീ ഏതെങ്കിലും ധനികരുടെ അല്ലെങ്കിൽ നോബിൾ പീപ്പിൾ, മഹാന്മാരുടെയൊക്കെ ഗ്രേസ്, അവരുടെയൊക്കെ ഒരു മഹാത്മ്യം, അവരുടെ ഒരു ഫേവർ, അത് നേടിയെടുക്കാൻ ശ്രമിക്കുക, എൻ്റെ പുറകെ നടക്കാതെ. നെക്സ്റ്റ് ലൈൻ, or king's real or his stamped face, contemplate, he will approve. So the poet asks his friend whether to rise in position, whether to achieve high jobs, or be able to see the king's face every day by achieving a high position. കോർട്ടിൽ ഒരു നല്ല ജോലി സമ്പാദിച്ചു കഴിഞ്ഞാൽ he will be able to see the king's face, the king in person every day. രാജാവിനെ എന്നും നേരിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്കൊക്കെ ആണെങ്കിൽ ചീഫ് മിനിസ്റ്ററിനെ എന്നും കാണാൻ കഴിയുമല്ലോ, നേരിട്ട് കാണാൻ കഴിയില്ല. അതേപോലെ ഇഫ് യു റൈസ് ഇൻ പൊസിഷൻ, യു വിൽ ബി ഏബിൾ ടു സീ ദി കിങ്സ് ഫേസ് ഇൻ പേഴ്സൺ എവറി ഡേ. ഓർ അമാസ് മണി, അമാസ് മീൻസ് അക്യുമുലേറ്റ്, അമാസ് മണി ആൻഡ് സീ കോയിൻസ് ബെയറിംഗ് ദി കിങ്സ് ഇമേജ്. അതല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അമാസ് മണി ബൈ ഹൂക്ക് ഓർ ക്രൂക്ക്. നീ എങ്ങനെയെങ്കിലും കുറേ പണം സമ്പാദിക്കാൻ നോക്കുക. അമാസ് മണി, accumulate money and see coins, and you can see coins bearing the king's image. രാജാവിൻ്റെ ചിത്രമുള്ള, രാജാവിൻ്റെ ഇമേജുള്ള കിങ്സ് രാജാവിൻ്റെ ഇമേജുള്ള കോയിൻസ് നിനക്കെന്നും കാണാൻ കഴിയും. അങ്ങനെ നിൻ്റെ കാര്യം നോക്ക്. ട്രൈ ടു ഡെവലപ്പ് യുവർ ലൈഫ്, ട്രൈ ടു ഡെവലപ്പ് യുവർ ആക്ടിവിറ്റീസ്. then so you will let me love, let me go in my own way. The poet means, what the poet means is that the friend could do anything he liked and the poet would not, then would not stand in his way at all. If only he would also leave the poet free to follow his own path of love making.
അപ്പോൾ ഈ കവിയെ അങ്ങ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ അങ്ങ് വിടുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പാതയിൽ തടസ്സമായി നിൽക്കുകയാണെങ്കിൽ, കവിയും സുഹൃത്തിലെ ഒരു കാര്യത്തിലും, അത് അയാളെ ഇനി നല്ല കാര്യങ്ങളാണെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്താലും അതിനൊന്നും തടസ്സം നിൽക്കില്ല. അവരവരുടെ കാര്യങ്ങൾ നോക്കുമെന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് ആൻസർ. നൗ ദി സെക്കൻഡ് ആൻസർ കംസ്. You will let me love. Alas, alas, who was enjoyed by my love? What merchant ships have my sighs drowned? Who says my tears have overflowed his ground? When my coals a forward spring remove, when did the heats with my veins fill? Add one man to the plague's bill. In the second stanza, the first line is, who is injured by my love? Who is, tell me, who is injured by my love? The poet simply asked the friend, in what way his love making was likely to offend anyone? ഞാൻ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ, മറ്റാളുകളെ ഞാൻ ശല്യം ചെയ്യുന്നുണ്ടോ, അവർക്കതുകൊണ്ട് എന്താ കുഴപ്പം? The poet asked in what way his love making was likely to offend anybody. What merchants ships have my sighs drowned? So this is an exaggeration or a kind of hyperbole. ഒരു എക്സാജറേഷനാണത്. എന്താ പറയുന്നത്? ലവ് ഈസ് എ സ്വീറ്റ് ബിറ്റർ എക്സ്പീരിയൻസ്. ഏതുതരം പ്രേമമായാലും ഇറ്റ് ഈസ് എ സ്വീറ്റ് ബിറ്റർ എക്സ്പീരിയൻസ്. ആസ് കീറ്റ് സെസ്, ഇറ്റ് ലീവ്സ് എ ബേണിംഗ് ഫോർഹെഡ് ആൻഡ് എ പാർച്ച്ഡ് ടങ്. അല്ലേ? ഇറ്റ് ഈസ് സംതിങ് വി ഹാവ് ടു എക്സ്പീരിയൻസ്. ഇറ്റ് ഈസ് ഇൻഡിസ്ക്രൈബിൾ ഇൻ വേർഡ്സ്. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ here what does the poet say? A lover is expected to sigh often because of his disillusionment or disappointment off and on. He is likely to heave sighs often. True lover is likely to heave sighs. ഒരു യഥാർത്ഥ കമിതാവ്, കാമുകൻ കൂടെ ഇങ്ങനെ നിശ്വാസം ഉതിർക്കും. And sighs produce winds. ഈ സൈസ് എന്ന് പറയുമ്പോൾ എന്താ? പുറത്തേക്ക് വിടുന്നത് കാറ്റാണല്ലോ. കാറ്റ് പുറത്തേക്ക് വിടുന്നു സൈസ്. ഈച്ച് സൈ പ്രൊഡ്യൂസസ് wind. Sighs produce winds. The poet asks whether the wind so generated have sunk any of the merchant ships or merchant vessels. The poet very humbly asks whether the wind so generated by heaving sighs have sunk any merchant ships. ഈ കവി ഇങ്ങനെ പ്രണയാതുരനായി അല്ലെങ്കിൽ പല സമയങ്ങളിൽ നിരാശപ്പെട്ടിട്ടുണ്ടാക്കുന്ന ഉതിർക്കുന്ന നിശ്വാസത്തിൻ്റെ വായു കൊണ്ട് ഏതെങ്കിലും മെർച്ചൻറ്റിൻ്റെ ഷിപ്സ് മുങ്ങിത്തങ്ങ് പോയിട്ടുണ്ടോ? എന്താ കുഴപ്പം? സി വാട്ട് ഈസ് ദി പ്രോബ്ലം? ഹൂ സസ് മൈ ടീയേഴ്സ് ഹാവ് ഓവർഫ്ലോഡ് ഹിസ് ഗ്രൗണ്ട്. സോ ദി പോയിറ്റ് ആസ്ക്സ് വെദർ എനി ഫാമേഴ്സ് ഹാവ് പ്രൊഡ്യൂസ്ഡ് എനി കംപ്ലൈൻറ്റ് അബൌട്ട് മൈ ലവ് അഫെയർ. ഫാമേഴ്സിനും വല്ല പ്രശ്നമുണ്ട്? അവരെൻ്റെ ലവ് അഫെയറിനെ കുറിച്ച് പരാതി വല്ലോ പറഞ്ഞിട്ടുണ്ടോ? ഹൂസ് മൈ ടീയേഴ്സ് ഹാവ് ഓവർഫ്ലോഡ് ഹിസ് ഗ്രൗണ്ട്. ടീയേഴ്സ് are also associated with true love. Tears are also associated with true love. പലപ്പോഴും പല കാര്യങ്ങളിൽ സങ്കടം ഉണ്ടാകും. Because it is such an experience. Love begins as an exciting experience. And often the lovers have to shed the tears in order to prove their innocence and love. അവരുടെ നിഷ്കളങ്കതയെ തെളിയിക്കാൻ വേണ്ടി പലപ്പോഴും ടീയേഴ്സ് ഉതിർക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ the poet says that no one could say that his lands had been flooded by the poet's tears. Nobody will produce any complaint that his lands have been drowned by the poet's tears. കവിയുടെ കണ്ണീർ കണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭൂമി മുഴുക്കെ പ്രളയത്തിലാണ്ട് പോയി എന്ന് ആരെങ്കിലും പറയൂ? Did my coals of a forward spring remove? ഇനിയിപ്പം also creates coals. Coals here means fever. It is what is love fever. എനിക്ക് ലവ് ഫീവർ ഉണ്ടായെന്ന് വിചാരിച്ച് ഇഫ് ഐ ഹാവ് സഫേർഡ് ഫ്രം കോൾസ്, though the poet emphatically says that the poet's coals had not dampened or made wet the spirit of the spring season. സ്പ്രിംഗ് സീസണിൻ്റെ സ്പിരിറ്റിനെ നനച്ചിട്ടുണ്ടോ എൻ്റെ കോൾസ്? മൈ കോൾസ് റിഗാർഡിങ് മൈ ഫീവർ, റിഗാർഡിങ് മൈ ട്രൂ ലവ്. When did my coals a forward spring remove? That is the meaning. The poet points out that his coals had not dampened the spirit of the spring season. അയാളുടെ കോൾസ് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല?
സ്പ്രിംഗ് സീസണിൻ്റെ സ്പിരിറ്റിനെ തണുത്തിട്ടില്ല, തണുത്ത് മരവിപ്പിച്ചിട്ടില്ല, അതിനെ ഇല്ലാതാക്കിയിട്ടില്ല. Bended the heats which my veins will to the plague bill, to the plague bill. അപ്പം അന്നത്തെ കാലത്തെ ഉള്ള രോഗമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ മഹാമാരി പോലെ അന്നുണ്ടായിരുന്നു പ്ലേഗ്, ബീബോണിക് പ്ലേഗ്, മറ്റ് സാർവത്രികമായിരുന്നു. ഐ സ്റ്റഡീഡ് അബൌട്ട് ഇറ്റ്. നമ്മൾ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദി എഫക്റ്റ് ഓഫ് പ്ലേഗ് ആൻഡ് ഓൾ. അപ്പോൾ ഇവിടെ because of his love, love, Keats said, love produces a burning forehead. So lovers will have heat running through their veins. അവരുടെ സിരകളിലൂടെ രക്തത്തിലൂടെ ഒഴുകുന്നത് ഒരു തരം വല്ലാത്ത ഉഷ്ണമായിരിക്കും. അവരുടെ ഉഷ്ണം കാരണം പ്ലേഗ് എന്ന് പറയുന്ന എപ്പിഡമിക്കിനെ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ദി പോയിറ്റ് പോയിന്റ്സ് ഔട്ട് ദാറ്റ് ഹിസ് ഹീറ്റ് ഹാഡ് നോട്ട് ഇൻക്രീസ്ഡ് ദ ഫ്രീക്വൻസി ഓഫ് ദി plague epidemic. The poet points out that his heat had not increased the frequency of the plague epidemic. ഈ പ്ലേഗ് എപ്പിഡമിക് ഉണ്ടാകാനുള്ള ഫ്രീക്വൻസി ഒരിക്കലും വർദ്ധിപ്പിച്ചിട്ടില്ല ഇയാളുടെ സിരകളിലൂടെയുള്ള ചൂട്. ദി ഹീറ്റ് ക്രിയേറ്റഡ് ബൈ ഹിസ് എക്സ്പീരിയൻസ് ഓഫ് ലവ് ഹാഡ് നോട്ട് ഇൻക്രീസ്ഡ് ദി ഫ്രീക്വൻസി ഓഫ് ദി എപ്പിഡമിക് പ്ലേഗ്. Soldiers find, wars and lawyers find out still litigious men which quarrels move, though she and I do love. The first line of this stanza: soldiers find wars and lawyers find out still litigious men which quarrels more, though she and I do love. But the poet and his sweetheart loved each other. The routine life of the outside world had not been affected at all. Even though the poet and his sweetheart had loved each other, the routine life of the outside world had not been affected at all. ഇവർ പ്രേമിച്ചതുകൊണ്ടെന്താ, ബാഹ്യലോകത്തിലെ കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ബാഹ്യലോകത്തിൻ്റെ ദിനചര്യ അതുപോലെ പോവുകയാണല്ലോ. ദി വാഴ്സ് ബിറ്റ്വീൻ ദി നേഷൻസ് വെന്റ് ഓൺ ആസ് യൂഷ്വൽ. യുദ്ധങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആൻഡ് യങ് മെൻ കണ്ടിന്യൂഡ് ടു ബിക്കം സോൾജേഴ്സ്. യങ് മെൻ ആർ ഗെറ്റിംഗ് ദി ജോബ് ഓഫ് സോൾജേഴ്സ് ഇൻ ദി ആർമി. യങ് മെൻ കണ്ടിന്യൂഡ് ടു ബിക്കം സോൾജേഴ്സ്. യുവാക്കൾക്ക് ആർമിയിൽ ജോലി കിട്ടുന്നുണ്ട്. ഈവൻ പ്രൈവറ്റ് ക്വാറൽസ് ബിറ്റ്വീൻ പീപ്പിൾ വെന്റ് ഓൺ ആസ് എവർ. ആളുകൾക്കിടയിലെ പ്രൈവറ്റ് ക്വാറൽസും ഒരു കുഴപ്പമില്ല, ഒരു പഴയതിനേക്കാൾ ഒന്നുകൂടെ കൂടുതലായി നടക്കുന്നുണ്ട്. പ്രൊവൈഡിങ് എ ലോട്ട് ഓഫ് ലിറ്റിഗേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലയേഴ്സ്. കേസും വെക്കാണോ ധാരാളം വക്കീലന്മാർ കിട്ടുകയും ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് ദി പ്രൈവറ്റ് ക്വാറൽസ്. പ്രൊവൈഡിങ് എ ലോട്ട് ഓഫ് ലിറ്റിഗേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലയേഴ്സ്. പിന്നെന്താ കുഴപ്പം? വാട്ട് ഈസ് ദ പ്രോബ്ലം? എവറിത്തിങ് ഈസ് ഗോയിങ് ഓൺ സ്മൂത്ത്ലി. Then stanza 3. Call us what you will, we are made such by love. Call here one, me another fly, and we in us find the eagle and the dove. The phoenix riddle hath more suit, so to one neutral thing both the sexes fit. We die and rise the same and prove mysterious by this love. So the line is like this: call us what you will, we are made such by love. The poet says that his friend could use any nickname to him and his sweetheart. അവരുടെ പ്രണയത്തിൻ്റെ പേരിൽ എന്ത് പേര് വിളിച്ചു വേണമെങ്കിലും കളിയാക്കാം. ചക്കിയെന്നോ ചങ്കരനെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. The friend is free to call him or his sweetheart by any nickname, but he had to remember that it was their true love that had transformed them. But the friend should remember that. He should remember that it was the true love, heavenly love, divine love that had changed them. That had changed them and made them one. അവരെ ഒന്നാക്കി മാറ്റിയിരിക്കുന്നത് വേറൊന്നുമില്ല, അവരുടെ ദിവ്യമായ പ്രണയമാണ്. Call her one, me another fly. Call her one and me another fly. Fly means moth, kida, fly, ശലഭം, പക്കി എന്നൊക്കെ പറയാമല്ലോ, ശലഭം. The friend could call the poet a fly and his sweetheart another fly. His friend has every right to call him a fly and his sweetheart another fly. ഇയാളെ ഒരു ശലഭം എന്ന് വിളിച്ചോളൂ, സ്വീറ്റ്ഹാർട്ടിനെ വേറൊരു ശലഭം എന്ന് വിളിച്ചോളൂ. And we are tapers to
and at our own cost die. And also we are tapers. Tapers here means slender candles. We are candles also, and at our own cost die. We die at our own cost. So each of these lovers could be looked upon as the candle that burns the other. ഞങ്ങളെ ഓരോരുത്തരെയും വേണമെന്നുണ്ടെങ്കിൽ ക്യാൻഡിലായിട്ട് കൽപ്പിച്ചോളൂ. ഇപ്പം ഞാനെന്ന ക്യാൻഡിൽ, ആ കീടവും ഞങ്ങൾ തന്നെയാണ്, ക്യാൻഡിൽ ഞങ്ങളെയാണ്. അപ്പം ഞാനെന്ന ക്യാൻഡിൽ കീടമാകുന്ന അവളെ എന്ത് ചെയ്യുന്നു? എരിച്ചു കളയുന്നു. ഇനി അതുപോലെ അവളെന്ന് പറയുന്ന ക്യാൻഡിൽ ഞാനെന്ന് പറയുന്ന മൂത്തിനെ അല്ലെങ്കിൽ ഫ്ലൈയെ എരിച്ചു കളയുന്നു. നമുക്കറിയാം, ലവ് ഈസ് സംടൈംസ് ഹൈലി ഡിസ്ട്രക്റ്റീവ് അല്ലേ? പല ആളുകളുടെയും വിദ്യാഭ്യാസം എല്ലാം തകർക്കുന്ന, ജീവിതത്തെ തന്നെ തകർക്കുന്ന ഒന്നാണല്ലോ ഇത്. അപ്പോൾ അങ്ങനെ see what does the poet say? Each could be looked upon as a candle that burns the other. So both were candles and both would be moths too. രണ്ടും പേരും ക്യാൻഡിൽസ് ആണ്. ആൻഡ് ഓൾസോ ബോത്ത് വുഡ് ബി ഫ്ലൈസ് ഓർ മോസ് ടു. അങ്ങനെ രണ്ടുപേരെ നശിപ്പിക്കുന്ന ക്യാൻഡിലുമാണ്, അതുപോലെ തന്നെ നശിച്ചു പോകുന്ന മോത്സുമാണ് അവർ. And we in us find the eagle and dove, and also we can find see between us the eagle and dove. We in us find the eagle and dove. The poet's sweetheart could be compared to the dove. ഇവിടെ ഡവ് എന്ന് പറയുന്നത്, പ്രാവ് എന്ന് പറയുന്നത് പിന്നെ അയാളുടെ പ്രണയിനി സ്വീറ്റ് ഹാർട്ടാണ്. അതേസമയത്ത് അവളെ ചേസ് ചെയ്യുന്ന ഇയാൾ ഹീസ് ദി ഈഗിൾ, ഇയാളാണ് ഈഗിൾ. ദി പോയറ്റ് സ്വീറ്റ് ഹാർട്ട് കുഡ് ബി കമ്പയർഡ് ടു ദി ഡവ്, while he himself could be compared to the eagle which was chasing the dove. ഡവിനെ ചേസ് ചെയ്യുന്ന ആ ഒരു ഈഗിള് നമ്മുടെ കവിയുമാണ്. ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഇംപ്ലിക്കേഷൻസ് ഓർ ഫുൾ ഓഫ് മീനിങ്. ഇറ്റ് ഈസ് ദ ലൈൻസ് ആർ പ്രഗ്നന്റ് വിത്ത് മീനിങ്, somewhat difficult to understand. The phoenix riddle hath more wit by us. The phoenix riddle hath more wit by us. The phoenix riddle suits more in our case. It becomes suitable in our case. What is the phoenix riddle? എന്താണ് ഈ ഫിനിക്സ് പക്ഷിയുടെ റിഡിൽ? പ്രഹേളിയ. റിഡിൽ മീൻസ് എ ഡിഫിക്കൽട്ട് പ്രോബ്ലം. What is it? The phoenix is the name of the mythical bird. Only one specimen of which is believed to exist at one time. ഫിനിക്സ് എന്ന് പറയുന്ന ഒരു ജീവിച്ചത് നമ്മുടെ ഭൂലോകത്തുള്ള ഒരു പക്ഷിയല്ല, നമ്മുടെ ഈ ഭൂമിയിൽ കാണാൻ പറ്റുന്ന ഒരു പക്ഷിയല്ല. ഇറ്റ് ലിവ്സ് ഓൺലി ഇൻ മിത്സ്. മിത്തുകളിൽ മാത്രം ജീവിക്കുന്ന ഒരു മിത്തോളജിക്കൽ അല്ലെങ്കിൽ മിത്തിക്കൽ ബേഡാണ് ഫിനിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, ഓൺലി വൺ ഓഫ് ദി സ്പെസിമെൻ ഈസ് ബിലീവ്ഡ് ടു എക്സിസ്റ്റ് അറ്റ് വൺ ടൈം. ഒരു സമയത്ത് ഒരെണ്ണം മാത്രമേ ലോകത്തുണ്ടാവത്തുള്ളൂ. ഇറ്റ് ഈസ് തോട്ട് ഓൾവേസ് ബീയിങ് സീറ്റഡ് ഓൺ എ ട്രീ. അത് മാത്രമല്ല, എപ്പോഴും ഒരു വൃക്ഷത്തിൻ്റെ ശാഖയിൽ ഇങ്ങനെ ഇരിക്കും. വയസ്സായി 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 തീരുമ്പോഴത്തേക്ക് പെർപ്പച്യുവേറ്റ്സ് ഇറ്റ്സ് പീസ്. ഈ ഒരു വർഗത്തെ ഇങ്ങനെ പെർപ്പച്യുവേറ്റ് ചെയ്യുന്നത്, അതിനെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന രീതി ഇതാണ്. സോ വെൻ ദി ഫിനിക്സ് ബിക്കംസ് ഓൾഡ് ഇറ്റ് വുഡ് ത്രോ ഇറ്റ്സെൽഫ് ഇൻ ടു ദി ഫയർ ആൻഡ് ഔട്ട് ഓഫ് ഇറ്റ്സ് ആഷസ് വുഡ് കം അനദർ ഫിനിക്സ് ആൻഡ് ഇൻ ദാറ്റ് വേ ദി സ്പീഷീസ് വുഡ് കണ്ടിന്യൂ. അതിൻ്റെ ചാരത്തിൽ നിന്നും വേറൊരു ഫിനിക്സ് പക്ഷി ഉയർത്തെഴുന്നേൽക്കും. ആ രീതിയിലാണ് ദ സ്പീഷീസ് കണ്ടിന്യൂസ്. ദി പോയറ്റ് perhaps means that as far as he was concerned only one woman existed in the world. അതുപോലെ ഫിനിക്സ് പക്ഷി ഒന്നല്ലേ ഉള്ളൂ. അതുപോലെ കവി ഉദ്ദേശിക്കുന്നത്, കവിയുടെ കാര്യത്തിൽ കവി വേറെ ഒരു സ്ത്രീകളെയും കാണുന്നില്ല. as far as he was concerned only one woman existed in the world. that was his sweetheart. ഒരൊറ്റ സ്ത്രീയെ ലോകത്തുള്ളൂ, അതിനെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളത്, വേറെ ആരുമല്ല. ദാറ്റ് വാസ് ഹിസ് സ്വീറ്റ് ഹാർട്ട്, അയാളുടെ സ്വീറ്റ് ഹാർട്ട്. ആൻഡ് ആസ് ഫാർ ആസ് ദി വുമൺ വാസ് കൺസേൺഡ്, ആസ് ഫാർ ആസ് ഷീ വാസ് കൺസേൺഡ്, only one man existed in the world and that was he himself. അതുപോലെ അവളുടെ കണ്ണുകളിൽ ഒരൊറ്റ പുരുഷന് മാത്രമേ ലോകത്തുള്ളൂ, അത് വേറെ ആരുമല്ല, നമ്മുടെ കവി തന്നെയാണ്, കാമുകൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ they revived themselves each day in the fire of love. ആ ചാരത്തിൽ നിന്നും ഫിനിക്സ് പക്ഷി ഉയരുന്നത് പോലെ they also revived themselves, they also refreshed themselves each day in the fire of love. ഓരോ ദിവസവും അവരൊരു പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ്, അവർ ഓരോ ദിവസവും പുതുമയോടെ ജീവിക്കുകയാണ്. in the fire of love. Next line, so to me the neutral thing goes success fit.
To me, one neutral thing both sexes fit. As only one phoenix existed at a time, and because of the peculiar way in which it perpetuated its species, the poet calls it a sexless neutral thing. ഈ ഫിനിക്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഫിനിക്സ് only one phoenix existed at a time. ഒരു സമയത്ത് ഒരു ഫിനിക്സ് അല്ലേ ഉള്ളൂ. And because of the peculiar way in which it perpetuated its species, അതിൻ്റെ വംശം നിലനിർത്തുന്നത് പ്രത്യേക രീതിയിലല്ലേ, വെന്തെരിഞ്ഞ് ചാരമായി മാറിയിട്ടല്ലേ ഈ സ്പീഷീസ് നിലനിർത്തുന്നത്. അതേപോലെ അതുകൊണ്ട് ദി പോയറ്റ് കോൾസ് ഇറ്റ് എ സെക്സ്ലെസ് ന്യൂട്രൽ തിങ്. അപ്പോൾ ഫിനിക്സ് പക്ഷി എന്ന് പറഞ്ഞാൽ ആണോ പെണ്ണോ ഒന്നുമല്ല, ഇറ്റ് ഈസ് എ ന്യൂട്രൽ തിങ്. ഇറ്റ് ഈസ് എ ന്യൂട്രൽ തിങ്. Here both the sexes would fit one neutral thing. And the lovers' case also, because of their divine love, they fit into one neutral thing. They also mix up with each other, and both the sexes fit into one neutral thing. അവരുടെ രണ്ടുപേരും പുരുഷനും സ്ത്രീയും എന്നുള്ളത് അത് ഒന്നായി മാറുന്നു. They become one. അർത്ഥനാരീശ്വരനെ പോലെ ഒന്നായി മാറുകയാണ് ചെയ്യുന്നത്. ഫിനിക്സ് പക്ഷിയുടെ കാര്യം പറയുന്നില്ല, they are also sexless. The next lines, we die and rise the same and prove mysterious by this love. We die and rise the same, rise similarly as the phoenix bird, and prove mysterious by this love. We prove very strange by this love. The poet perhaps means that their love would never die with their death. The love would not die with their death. അവരുടെ പ്രണയം അവരുടെ മരണം കൊണ്ടില്ലാതാകുന്നില്ല. According to the Christian faith, they get resurrected on the last day of judgment. ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് ന്യായവിധി ദിവസം ഉണ്ടല്ലോ, ദൈവം എല്ലാവരെയും വിളിച്ചുണർത്തുന്ന, അവരുടെ എല്ലാം കുറ്റങ്ങളും കുറവുകളും കൊണ്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒക്കെ അവരെ അയക്കുന്ന ആ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്, ദേ ഗെറ്റ് റിസറക്റ്റഡ് ഓൺ ദി ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഡേ. അപ്പോൾ അതേപോലെ ഇവർ മരിച്ചു കഴിഞ്ഞാലും ദേ വിൽ ഗെറ്റ് റിസറക്റ്റഡ് ഓൺ ദി ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഡേ. അപ്പോൾ അന്ന് their love would also be revived with them. Their love would also be resurrected along with them. അവരുടെ ആ പ്രണയം എന്തോ ചെയ്യും, അന്ന് അത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. They have an immortal love. അവർ മരിച്ചാലും മരണമില്ലാത്തൊരു പ്രണയമാണ് അവരുടെ. That exists between them is something immortal which death can never put an end to. മരണത്തിന് പോലും ഇല്ലാതാക്കാൻ കഴിയാത്ത ഒരു പ്രേമമാണ് അവർക്കിടയിലുള്ളത്. Then stanza 4, we can die by it if not live by love, and if unfit for tombs and heirs, our legend be, it will be fit for words, and if no pieces of chronicler prove, we will build in sonars prosperity rooms as well a well wrought, the unbecome the greatest ashes. No half acre tombs, and by these hymns all shall approve. We can die by it. We can die by it if not live by love. The poet does not know whether their love would make them immortal. The poet does not know whether their divine love would make them immortal. ഇവരെ അനശ്വരരാക്കുമോ അല്ലെങ്കിൽ ഇവർക്ക് അവരുടെ പ്രണയവുമായി ജീവിക്കാൻ കഴിയുമോ എന്ന് അറിയത്തില്ല, കവിക്ക് ഒട്ടും അറിയത്തില്ല. He does not know anything about their perpetuality of love. അപ്പം അങ്ങനെ അതറിയില്ല എങ്കിലും, but he feels that at least they could die for it. He feels that at least they could die for their love. ഒരു പക്ഷേ അവരുടെ പ്രണയം കൊണ്ട് അവർക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ലെങ്കിലും, even though they will face oppositions from various sides, they can die with their love. For that they need not get any permission from anybody. If the society, the relatives, friends will not allow their love to be fulfilled, they can easily die. They can easily die with their love. For that they need not receive any permission from anybody. ആരുടെയും അനുവാദം ആവശ്യമില്ലല്ലോ, അതിനെ മരിക്കാൻ ആരുടെ അനുവാദം ആവശ്യമില്ലല്ലോ. And if unfit for tombs and heirs, our legend be, it will fit for words. ഇവിടെ പറയുന്നത്, if their love is not considered fit to be immortalized by the construction of marble monuments like the Taj Mahal.
ഇനി അവരുടെ അനശ്വര പ്രണയം ആരും കാണുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല. ആ പ്രണയത്തിൻ്റെ സ്മാരകമായി മാർബിൾ സൗധങ്ങളൊന്നും, മാർബിൾ ടൂംസ്, ശവകുടീരങ്ങളൊന്നും ആരും നിർമ്മിക്കുന്നില്ല എങ്കിൽ പോലും, and if their love is not considered fit to be immortalized by the construction of marble monuments and other things like hairs means marble on the grave on which the epitaph is inscribed. ഇത് ചരമക്കുറിപ്പ് എഴുതി വയ്ക്കുന്ന മാർബിൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ശിലാഫലകങ്ങളൊന്നും അവരുടെ കുഴിമാടത്തിൽ സ്ഥാപിക്കുന്നില്ല എങ്കിലും അവരുടെ അനശ്വര പ്രണയത്തെ ഇമ്മോർട്ടലൈസ് ചെയ്യുന്ന രീതിയിൽ താജ്മഹൽ പോലുള്ള ആ മാർബിൾ സൗധങ്ങളൊന്നും, മാർബിൾ ടൂംസ് ഒന്നും നിർമ്മിക്കുന്നില്ല എങ്കിലും, അതുപോലെ if they do not have hairs, it could at least be celebrated in poetry. Their love, their immortal legend, their immortal love could be celebrated in poetry. കവിതയിലൂടെ സെലിബ്രേറ്റ് ചെയ്യാമല്ലോ, കവിതയിലൂടെ അവർക്കൊരു സ്മാരകം ഒരുക്കാൻ സാധിക്കുമല്ലോ. ദാറ്റ് ഈസ് വാട്ട് ദി പോയിറ്റ് വാണ്ട്സ്. വലിയ മാർബിൾ സൗധങ്ങളൊന്നും വേണ്ട, മാർബിൾ സ്മാരകങ്ങൾ വേണ്ട. They want their love to be immortalized. They want their love to be perpetuated or immortalized through poetry. കവിതയിലൂടെ ആകാമല്ലോ. And if no piece of chronicle we draw, we will in sonorous pretty rooms. ഇനി ഇവരുടെ ഈ പ്രണയം, അനശ്വര പ്രണയകഥ, അത് സൂചിപ്പിക്കാനായിട്ട് 1/2 ഏക്കറിലുള്ള മാർബിൾ സൗധങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള വലിയ ഈ എപ്പിക്സ് പോലുള്ള കൃതികൾ, അല്ലെങ്കിൽ നീണ്ട ക്രോണിക്കിൾ പോയംസ് എഴുതാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ, ദീസ് ക്രോണിക്കിൾ പോയംസ് ആർ ലൈക്ക് ഹാഫ് ഏക്കർ ടൂംസ്. 1/2 ഏക്കറിൽ പടർന്ന് വന്നിച്ചിടക്കുന്ന ടൂംസ് പോലെയാണ് ഈ ക്രോണിക്കിൾ പോയംസ്, ദ ലോങ്ങർ പോയംസ് റിഗാർഡിങ് ദ തീം ഓഫ് ദെയർ ലവ്. അത് വേണ്ട, അതില്ലെന്നുണ്ടെങ്കിൽ ദേ നീഡ് ഓൺലി സോണറ്റ്സ് വിച്ച് ഈസ് ലൈക്ക് പ്രെറ്റി റൂംസ്. ചെറിയ മുറികൾ പോലുള്ള സോണറ്റ് ആയാലും മതി. ദി 14 ലൈൻഡ് പോയംസ്, സോണറ്റ് അറിയാമല്ലോ, ആ സോണറ്റ്സ് എഴുതിയാലും മതി, അതായാലും മതി അവരുടെ അനശ്വര പ്രണയത്തെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. വലിയ ഏക്കർ സ്മാരകങ്ങൾ പോലെയുള്ള വലിയ എപ്പിക് പോയംസ് ഒന്നും വേണ്ട, ക്രോണിക്കിൾ പോയംസ് ഒന്നും വേണ്ട. പിന്നെ എന്ത് മതി? ഇതേ നീടുള്ളി സോണറ്റ്സ്, ദി പ്രെറ്റി റൂംസ്, ചെറിയ മുറികൾ മതി ഈ ഭാവങ്ങൾക്കെന്ന്. And if no piece of chronicle we draw, we will in sonnets, pretty rooms, the poet says that even if their love is not celebrated or their love is not considered fit for long chronicle poems, this can be compared to huge palaces. The chronicle poems can be compared to huge palaces covering at least half an acre. 1/2 ഏക്കർ, 50 സെൻറ്റ് ഭൂമിയിലെങ്കിലും വിസ്തൃതമായി കിടക്കുന്ന ഒരു വലിയ കൊട്ടാരം പോലെ. ആ കൊട്ടാരം പോലെയുള്ള മോണിമെൻറ്റ്സ് അവർക്ക് വേണ്ടി ഒരുക്കുന്നില്ല. അല്ലെങ്കിൽ ആ മോണിമെൻറ്റ്സിന് സമാനമായ നീണ്ട കവിതകൾ, ക്രോണിക്കിൾ പോയംസ്, ബാലഡ്സ് അറിയാമല്ലോ, സ്റ്റോറി പോയംസ്, അവരുടെ ലവ് പറയുന്ന സ്റ്റോറി പോയംസ്, ബാലഡ്സ് എഴുതാൻ ആരും തയ്യാറാകുന്നില്ലെന്നുണ്ടെങ്കിൽ വേണ്ട. They want only sonnets to perpetuate. So the poet wishes that their immortal love could be celebrated in sonnets which are like small rooms. അതുകൊണ്ട് അവർക്ക് ചെറിയ മുറികളാകുന്ന സോണറ്റ്സിൽ സെലിബ്രേറ്റ് ചെയ്താൽ മതി അവരുടെ ലവ് എന്ന് പറയുന്നത്. As well a well-wrought urn becomes the greatest ashes as half-acre tombs. That is half-acre tombs നമ്മൾ പറഞ്ഞു. urn അറിയാമല്ലോ. urn is a vessel in which the ashes of the dead people are kept. പഴയ കാലത്ത് മരിച്ചുപോയ ആളുകളുടെ, അല്ല ഇന്നും മരിച്ചുപോയ ആളുകളുടെ ചിതാഭസ്മം സൂക്ഷിക്കുന്ന ചിതാഭസ്മ കലശമാണ് urn. നമ്മൾ ഓടോണെ ഗ്രീഷ്ണൻ പഠിച്ചു, അതിലെ ഗ്രീഷ്ണൻ കണ്ടു, അതിലെ കാർവിങ്സ് നമ്മൾ കണ്ടു. So in olden times huge monuments, വലിയ സ്മാരകങ്ങൾ, half acre tombs covering at least half an acre, 1/2 ഏക്കറെങ്കിലും കവർ ചെയ്യുന്ന tombs were built in honor of the great dead people. So huge monuments were built in honor of the great dead people. മഹാന്മാരായ മരിച്ച ആളുകളുടെ സ്മരണാർത്ഥം വലിയ സ്മാരകങ്ങളാണ് ഉണ്ടാക്കിയത്. Other people were cremated and their ashes were collected in beautifully carved
അൺസ്, മറ്റുള്ളവരുടെ ശവശരീരവും സംസ്കരിച്ചിട്ട് അവരുടെ ചിതാഭസ്മം മനോഹരമായ ചിത്രങ്ങളെ കൊണ്ട് അലങ്കൃതമായ ചിതാഭസ്മ കലശങ്ങളിൽ അൺസിൽ അൺസിൽ സൂക്ഷിച്ചിരുന്നു. ദിസ് ഷോസ് ദാറ്റ് ദി ബിഗ് ടൂംസ് ആൻഡ് ദി ബ്യൂട്ടിഫുള്ളി കാർവ്ഡ് അൺസ് വുഡ് സ്യൂട്ട് ദി ആഷസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ. എന്താ കാണിക്കുന്നത്? മഹാന്മാരായ ആളുകളുടെ ആഷസ് സൂക്ഷിക്കാനായിട്ട് വലിയ വലിയ ടൂംസും അതിന് കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ മനോഹരമായ അൺസും ഉപയോഗിക്കപ്പെടാമായിരുന്നു. സോ ഇൻ ദി സെയിം മാനർ വെൽ റിട്ടൺ സ്മോൾ പോയംസ്, ഈ ഏൺസിനെ പോലെ തന്നെ, ഇൻ ഓർഡർ ടു പെർപെച്വേറ്റ് ദെയർ ഡീപ് ലവ്, സിൻസിയർ ലവ്, ദി ലവേഴ്സ് വാണ്ട്, ദി പോയറ്റ് വാണ്ട്സ്. ഇൻ ദി സെയിം മാനർ വെൽ റിട്ടൺ സ്മോൾ പോയംസ് ടു വുഡ് ബിക്കം ആഡിക്വേറ്റ് മെമ്മോറിയൽ ഫോർ ദെയർ ലവ്. അപ്പം അതേപോലെ വലിയ ആളുകളുടെ ഡെഡ് ബോഡി അത് ക്രിമേറ്റ് ചെയ്തിട്ട് ദഹിപ്പിച്ചിട്ട് അതിൻ്റെ ചിതാഭസ്മം സൂക്ഷിക്കുന്നതിന് മനോഹരമായ അൺസ് ഉപയോഗിക്കുന്നത് പോലെ, ഇൻ ദി സെയിം മാനർ വെൽ റിട്ടൺ സ്മോൾ പോയംസ് വുഡ് ബിക്കം ആഡിക്വേറ്റ് മോണിമെൻറ്റ് ഫോർ ദെയർ ലവ്. All shall approve us canonized for love. So everybody who knows our deep love, sincere love, will canonize us for the eternal love we had between us. All that approve us canonized for love. Love would transform each of them into a saint. The poet wishes that their love, immortal love, would transform or change them. Change each of them into a saint in the eyes of other people. മറ്റുള്ളവരുടെ കണ്ണുകളിൽ വാഴ്ത്തപ്പെട്ടവനായും വാഴ്ത്തപ്പെട്ടവളായി മാറും, സെയിൻ്റായി മാറും, because of their divine love, and the world would accept them. Saints, the whole world would accept them as canonized. Canonized means to have become saints. ലോകം മുഴുവനും അവരെ വാഴ്ത്തപ്പെട്ടവരായി, പ്രണയത്തിൻ്റെ സന്യാസിയും സന്യാസിനിയുമായി ആ വാഴ്ത്തപ്പെട്ടവരായി ലോകം മുഴുവനും അംഗീകരിക്കുകയും ചെയ്യും. ആസ് കാനനൈസ്ഡ് ഫോർ ലവ് ആൻഡ് ദസ് ഇൻവോക്ക് us. You when reverent love made one another's hermitage, you to whom love was peace, that now in rage, who did the whole world so contract and drove into the glasses of your eyes. Inside the bracket, so made such mirrors, such spies, that they did all to you epitomize countries, towns, codes, beg from above a pattern of your love. Beg from above a pattern of your love. What does the poet say? Thus invoke us. Invoke means pray for us. When the people consider ourselves to be canonized, when people look upon us as saints of a divine love in the saints ആയി ഞങ്ങളെ മനസ്സിലാക്കുമ്പോൾ, they come to our tomb, they come to us and invoke us, offer their prayers. Invoke means pray. They offer their prayers. അവരവരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കും. The moment the lovers are, the poet and his lady love are canonized by love, people would pray to them. They will invoke them, pray to them. അവരോട് എന്ത് ചെയ്യും? മുട്ടിപ്പായി പ്രാർത്ഥിക്കും. His lines, you whom reverent love made one another's hermitage. You whom reverent love made one another's hermitage. For each of them the other had become a shrine fit for pilgrimage. നിങ്ങളിൽ ഓരോരുത്തരുടെയും കാര്യം പറഞ്ഞാലുണ്ടല്ലേ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രണയം, ആ പ്രണയ കുടീരം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഗുഡ് ഷ്രൈൻ. യുവർ ടൂം ഈസ് എ ഗുഡ് ഷ്രൈൻ ഫിറ്റ് ഫോർ പിൽഗ്രിമേജ്. നിങ്ങളുടെ ടൂം, ഓരോരുത്തരുടെയും ടൂം നോക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ആളുകൾക്ക്, പ്രണയനികൾക്ക് നല്ല ഒരു പ്രാർത്ഥന, നല്ല ഒരു പിൽഗ്രിമേജിൻ്റെ സ്ഥലമാണ്, തീർത്ഥയാത്രയ്ക്ക് പറ്റിയ സ്ഥലമാണ്. For each of them the other had become a shrine fit for pilgrimage on account of their divine love, because of their divine love. You to whom love was peace, that now is rage. It is an invocation that the poet expects to be addressed to him and his sweetheart. അവരുടെ മരണശേഷം
ഇവരുടെ അനശ്വര പ്രേമത്തിൻ്റെ പേരിൽ ഇവർ മരിച്ചു കഴിഞ്ഞാൽ ഇവരെ കാനണൈസായി, ദി മോമെൻ്റ് ദേ ആർ കാനണൈസ്ഡ് ബിക്കോസ് ഓഫ് ദെയർ ലവ്, വാഴ്ത്തപ്പെട്ടവരായി മാറിക്കഴിഞ്ഞാൽ ഇവരുടെ ഷ്രൈനിൽ, നമ്മൾ പണ്ട് പഠിച്ചു ത്തിൻ്റെ ഷ്രൈനിൽ കാൻറ്റർബറിയിലുള്ള ആളുകളെല്ലാം പോകുന്നതായിട്ട് നമ്മൾ പഠിച്ചു. അങ്ങനെയാണ് കാൻറ്റർബറി ചോസറിൻ്റെ കാൻറ്റർബറി ടൈൽസിൽ നമ്മൾ പഠിച്ചത്, പ്രൊലോഗ് ടു കാൻറ്റർബറി ടൈൽസിൽ. അപ്പം അതേപോലെ പീപ്പിൾ വുഡ് വിസിറ്റ് ഈച്ച് വൺസ് ഷ്രൈൻ ആൻഡ് പ്രേ ഫ്രം ദി വെരി ഡെപ്ത് ഓഫ് ദെയർ ഹേർട്ട്. ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്നും പ്രാർത്ഥന പുറത്തേക്ക് വരും. You whom reverent love made one and this hermitage, for each of them the other had become a shrine fit for pilgrimage on account of their divine love. And you to whom love was peace, that now is rage. It is an invocation that the poet expects to be addressed to him and his sweetheart. So the people would tell them after their death, people would come to their tomb and tell them. ആളുകൾ അവരുടെ ശവകുടീരത്തിനടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കും. അനശ്വര പ്രണയിനികളുടെ ഈ ശവകുടീരത്തിൽ നിന്ന് പ്രാർത്ഥിക്കും. എന്താണ്? നൗ ലവ് ഈസ് ഓൺലി എ വൈൽഡ് പാഷൻ. നിങ്ങളുടെ പ്രണയം പോലെയല്ല ഇപ്പോഴത്തെ ഈ പ്രേമം എന്ന് പറയുന്നത്. നൗ ലവ് ഈസ് ഓൺലി എ വൈൽഡ് മാഡ് പാഷൻ that it destroys the peace of mind of people. The present love, the current love destroys the very peace of the mind of people. ആളുകളുടെ മനസ്സമാധാനം, പ്രേമിക്കുന്ന ആളുകളെയും ചുറ്റുപാടുമുള്ള ആളുകളുടെ എല്ലാവരുടെയും മനസ്സമാധാനം തകർക്കുന്ന ഒന്നാണ് ഇപ്പോഴത്തെ വൈൽഡ് ലവ്, മാഡ് ലവ്, പെട്രോൾ പ്രണയം എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ കാര്യത്തിൽ in their case love was something very different. It was divine, but to them it was a source of peace. To them love was a source of peace. നമുക്കറിയാം, യഥാർത്ഥ സ്നേഹമാണെങ്കിൽ those who are in love have a special peace of mind. പ്രേമിക്കുന്നവർക്കൊരു പ്രത്യേക ഒരു മനസ്സമാധാനം ഉണ്ടാകും. ഒന്നും മിണ്ടണമെന്നില്ല. their loving presence would impart them an eternal peace. ഒരു ശാശ്വതമായ ഒരു സമാധാന ശാന്തി നൽകും. അവരുടെ ആ സ്നേഹ സാമീപ്യം ഒന്നും പറയണമെന്നില്ല, കിന്നാര വർത്തമാനങ്ങളൊന്നും പറയണമെന്നില്ല, അവരുടെ സാമീപ്യം മാത്രം മതി. ഇവരുടെ as far as these lovers, poet and his sweetheart were concerned, their love was something which brought peace only. സമാധാനം മാത്രം കൊണ്ടുവന്ന ഒരു പ്രണയമായിരുന്നു അവരുടേത്. ഇന്നത്തെ പ്രണയം പോലെ സമാധാനത്തെ തകർക്കുന്ന ഒന്നായിരുന്നില്ല. ടുഡേയ്സ് ലവ് ഈസ് എ വൈൽഡ് പാഷൻ that destroys the very peace of the mind of the people who did the whole world's soul contract. Who means, as far as you were concerned, the whole world's soul contract means reduced. The poet and his sweetheart had seen the whole world reduced in size. ഇവരെ സംബന്ധിച്ച് they were in the circle of their love and they found the whole world contracted in size, reduced in size. ഈ ലോകത്തിൻ്റെ വലിപ്പം കുറഞ്ഞതായിട്ട് അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രണയത്തിൻ്റെ ലോകമായിരുന്നു. ഈ ബാക്കി ലോകത്തിൻ്റെ അതിർവരമ്പുകളെല്ലാം ഇടുങ്ങി ആ ലോകം വളരെ ചുരുങ്ങിയതായിട്ട് അവരെ സംബന്ധിച്ച് അനുഭവപ്പെട്ടത്. ബിക്കോസ് ദേ വെർ ലിവിങ് ഇൻ ദി വേൾഡ് ഓഫ് ദെയർ പ്യുവർ ലവ്, സംശുദ്ധമായ സ്നേഹത്തിൻ്റെ ലോകത്തിലായിരുന്നു. ആൻഡ് ഇൻ ദി ഗ്ലാസസ് ഓഫ് യുവർ ഐ, into the glasses of your eye means the poet only means that his passion had made him feel that the world has been up to his sweetheart only. Because of the passion, the poet felt that the world has been up to his sweetheart only, and for her the world meant only him. കാരണം ഇവരുടെ പ്രണയത്തിൻ്റെ ആ ഒരു അനശ്വരമായ പ്രണയത്തിൻ്റെ കാര്യം പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അവളുടെ ലോകം അവനും അവൻ്റെ ലോകം അവളുമായി ചുരുങ്ങി. See, the world has been up to his sweetheart only, and for her the whole world meant only him. So made such mirrors and such a spice. So each one of them had their eyes as mirrors, and each one of them acted as a spice. That means each would only see through the eyes of the other. Each would see the world through the eyes of the other. ഇതിൽ ഓരോരുത്തരും ഈ കവിതാക്കളിൽ ഓരോരുത്തരും ലോകത്തെ കണ്ടത് മറ്റാളിൻ്റെ കണ്ണുകളിലൂടെയാണ്. And each would use the other as spy to get information of the world.
അതുമാത്രമല്ല ഈ ലോകത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സ്പൈ ആയിരുന്നു അവർക്ക് ആ ഓരോരുത്തരും. അവളുടെ സ്പൈ അവനായിരുന്നു, അവൻ്റെ സ്പൈ അവളായിരുന്നു. അവൻ്റെ കണ്ണുകളെന്ന് പറഞ്ഞാൽ അവളുടെ കണ്ണുകളായിരുന്നു, അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളായിരുന്നു. ഈച്ച് വുഡ് ഒൺലി സീ ത്രൂ ദി ഐസ് ഓഫ് ദി അതർ. ഓരോരുത്തരും മറ്റേ ആളിൻ്റെ കണ്ണുകളിലൂടെയാണ് ലോകത്തെ നോക്കിക്കണ്ടത്. ആൻഡ് ഈച്ച് വുഡ് യൂസ് ദി അതർ ആസ് എ സ്പൈ ടു ഗെറ്റ് ഇൻഫർമേഷൻ ഓഫ് ദി വേൾഡ്. സ്പൈസ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് കൊടുക്കുന്നവരല്ലേ. അപ്പോൾ ഈ ലോകത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനായിട്ട് ഇവർ ഓരോരുത്തരും മറ്റേ ആളിനെ ഉപയോഗിച്ചു. That they did all to you epitomize. That they did all to you epitomize. So what does it mean? What does this line mean? To each of them, the other was an epitome of the world. To each of them, the other was an epitome of the world. Epitome means best example of the world. അത് മാത്രമല്ല, ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഉദാഹരണം അവർ ഓരോരുത്തരുമായിരുന്നു. The last lines, beg from above a pattern of your love. Beg from above countries, towns, courts. Beg from above a pattern of your love. From countries, towns and courts, from everywhere. What do? People are begging to God to produce a pattern of their love, to give the pattern of their love. People want to have such a intimate and sincere divine love, but they can't. As far as they are concerned, they are having only mad love. They offer their utmost prayers to God to show them the pattern of the love which the poet and his sweetheart had. So they prayed to God to allow him to have a pattern, to have a model of their true love.